പനി വരുന്നതിന് മുന്നേ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? ചെറുതായിട്ട് ശരീരത്തിനൊരു ചൂട് തുടങ്ങും, മേലൊരു വേദന തുടങ്ങും, അല്ലെങ്കിൽ തലവേദന തുടങ്ങും, ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് സിംറ്റംസ് നമുക്കറിയാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിന് കറക്റ്റായിട്ട് പനിക്ക് ഇങ്ങനെ ഒരു ചൂടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചൊന്ന് ചൂടായാൽ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ ഒട്ടുമിക്ക അസുഖങ്ങളുടെയും ലക്ഷണങ്ങളും എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നാൽ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, എന്തൊക്കെയാണ് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ സിംറ്റംസ് ആണ് ഇതിന് കാണിക്കുന്നത്, എപ്പോഴായിരിക്കും നമ്മളൊരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയോ? ഹായ്, ഞാൻ അർഷാന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെലൻ ഹാപ്പിനെസ്. മാനസികാരോഗ്യത്തെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ ഒട്ടുമിക്ക പേർക്കും നല്ല അവയർനെസ് ഉണ്ട്. എന്നാൽ കറക്റ്റായിട്ട് ഏത് സമയത്താണ് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്നോ, നമ്മളൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നോ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഒരു കറക്റ്റായിട്ടൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനും ട്രീറ്റ്മെൻറ്റും എടുക്കാൻ പറ്റാതായ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഒരുപാട് ലേറ്റായിട്ടൊക്കെ നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് നമ്മൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, ഒരു ആദ്യമേ കുറച്ചുകൂടെ മുന്നേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ മുന്നേ അവർക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഞാൻ കുറച്ചൊരു കോമൺ ആയിട്ടുള്ള സിംറ്റംസ് പറഞ്ഞുതരാം. അതായത് ഇത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഓരോ സിംറ്റംസ് ആണ് എന്നല്ല, പക്ഷേ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഈ ഒരു വ്യക്തിയിൽ നമ്മൾക്ക് കാണാൻ കഴിയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത് പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ കുറയുക എന്നുള്ളത്. അതായത് കുളിക്കാൻ, പല്ല് തേക്കാൻ, മര്യാദയ്ക്ക് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇടാൻ, ഒന്ന് ഒരുങ്ങി നടക്കാനും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു മടുപ്പ്, അല്ലെങ്കിൽ അതിന് തോന്നാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരിക. ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഡെയിലി കുളിച്ചുകൊണ്ടിരുന്ന ആൾ, അല്ലെങ്കിൽ ഡെയിലി 2 വട്ടമൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന ആൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നുണ്ടാവും. അതുപോലെ ഡ്രസ്സും മേ ബി 3-4 ദിവസം കൂടുമ്പോഴായിരിക്കും മാറ്റുന്നുണ്ടാവുക. അലക്കാൻ ഭയങ്കര മടിയായിരിക്കും, ബ്രഷ് ചെയ്യാൻ പോലും ഭയങ്കര മടിയായിരിക്കും. അവർക്കതിന് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ക്ലീൻ അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അതുപോലെ ആ ഒരു വ്യക്തി ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതാവുക. അതായത് അവരുടെ വീടാണെങ്കിലും റൂമാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും, ഇപ്പോൾ ഓഫീസാണെങ്കിലും ഒന്നും ഒട്ടൊരു ഓർഗനൈസ്ഡ് അല്ലാതെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അതായത് അവർക്ക് റൂമോ, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന, താമസിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, സറൗണ്ടിങ് ഒന്നും വൃത്തിയാക്കാൻ തോന്നില്ല. അപ്പോൾ എങ്ങനെയാണോ കിടക്കുന്നത് അന്ന് അങ്ങനെ കിടന്നോട്ടെ എന്നുള്ളൊരു ചിന്തയായിരിക്കും. ഡ്രസ്സുകളൊക്കെ ചിലപ്പോൾ അലക്കാൻ വേണ്ടി കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അലക്കിയ ഡ്രസ്സുകൾ മടക്കാതെ അവിടെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ അങ്ങനെ ആ കൂട്ടത്തോടെ അവിടെ ഇട്ട് വെച്ചിരിക്കുക എന്നല്ലാതെ അവർക്കത് ചെയ്യാൻ തോന്നുന്നേ ഉണ്ടാവില്ല. അതേപോലെ ഒരു കാര്യമാണ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്. ഒരുപാട് ടൈം എടുക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്. ഒരുപാട് ടൈം എടുത്ത് അവരിങ്ങനെ ആലോചിച്ച് മെല്ലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും അവർ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് മേ ബി നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മേ ബി അതിന് ഞാൻ ഒരു 5 മിനിറ്റ് അല്ലേ ഇരുന്നുള്ളൂ എന്നായിരിക്കും അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും 5 മിനിറ്റ് ഒന്നും അല്ല, ഒരു മണിക്കൂറുകളോളം മേ ബി അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്ലീപ്പിലുള്ള ഇഷ്യൂസാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഹൈപ്പർസോമനിയ, അതായത് ഉറക്കക്കൂടുതൽ, അല്ലെങ്കിൽ ഇൻസോമനിയ, ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ തീരെ ഉറക്കമില്ല, എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ രാത്രി കിടക്കുക, ഉറക്കം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയിട്ട് കൂടുതൽ നേരം ഫുൾ ടൈം ഉറങ്ങുക എന്നുള്ള ചിന്ത മാത്രം, എപ്പോഴും ഒരു ക്ഷീണം, ഒന്നിനൊന്നും പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിക്ക് എപ്പോഴും ഉറങ്ങാനുള്ളൊരു ചിന്ത. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ കൂടുതലായിട്ടുള്ള വിശപ്പ്, അല്ലെങ്കിൽ തീരെ വിശപ്പില്ലായ്ക എന്ന് പറയുന്നത്.
കൂടുതലായിട്ടുള്ള വിശപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡിൽ തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫുഡ് അത് കൂടുതലായിട്ടും നമ്മൾ ഈ ജങ്ക് ഫുഡ് പോലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളായിരിക്കും ഒരു കൂടുതലും കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക. അത്തരം ഫുഡുകൾ ഒരുപാട് കഴിക്കുക എന്നുള്ള. അതല്ല എന്നുണ്ടെങ്കിൽ തീരെ ഫുഡ് കഴിക്കാൻ തോന്നാതിരിക്കുക. എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല, വെള്ളം കുടിക്കാൻ പോലും തോന്നുന്നില്ല. മേ ബി ഒരു 2 ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ സർവൈവ് ചെയ്യുന്നുണ്ടാവുക. ഫുഡ് കഴിക്കാൻ അവർക്ക് തോന്നുന്നേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു വിശപ്പോ അല്ലെങ്കിൽ ആ ഒരു ക്ഷീണമോ കാര്യങ്ങളോ അവർക്ക് ഫീൽ ചെയ്യുന്ന പോലും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നേ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിലൊന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്ക, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് പോയി പോകുന്ന അവസ്ഥ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹോബി ആണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ പോലും ഇൻട്രസ്റ്റ് പോകുന്ന ഒരവസ്ഥ. അതിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസും പെടാറുണ്ട്. ഡെയിലി ആക്ടിവിറ്റീസിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റ് തോന്നായിക അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുക. അതായത് നമ്മുടെ വർക്കാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനമാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ആ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനൊക്കെ ഐസൊലേറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥ. പിന്നെ അവർ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര അൺഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് അവരതിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും കൂടുതലായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ മറ്റാളുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. അതായത് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇമോഷൻസ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, ആ ഒരു രീതിക്ക് ഇമോഷൻസ് ഭയങ്കര തീരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷന് ആപ്റ്റായിട്ടല്ലാത്ത ഒരു ഇമോഷൻസ് കാണിക്കുക എന്നുള്ള. അതായത് മേ ബി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുമ്പോൾ സന്തോഷിക്കുമ്പോഴൊക്കെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, അവർ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇറങ്ങിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരേണ്ട ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കരച്ചിൽ വരിക പോലെയുള്ള സിറ്റുവേഷൻ ആപ്റ്റ് അല്ലാത്ത ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നൊരു കാര്യമാണ് സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു സ്ട്രെസ്സിന് അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്കുണ്ടാകുന്ന ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് അഡിക്ഷൻസിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫോണാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലഹരി ഉപയോഗങ്ങൾ, ലഹരി പോലെയുള്ള സാധനങ്ങൾ, ഡ്രഗ്സ്, ടൊബാക്കോ പോലെയുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്. നമുക്ക് ഈ ഒരു മൈനറായിട്ടുള്ള ഇൻകൺവീനിയൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ഇത്തരം അഡിക്ഷൻസ് മാത്രം കൂടുതലായിട്ട് ചെയ്യുക, വേറെ ഒന്നിലൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെ ഇതിലേക്ക് മാത്രമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ കൂടെ നമുക്കറിയാം മനസ്സും ശരീരവും എപ്പോഴും ലിങ്ക് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ശാരീരികമായിട്ടും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഈ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അതായത് തലവേദന, വയറുവേദന, മേലുവേദന, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതേപോലെ തന്നെ വിറയൽ, ഛർദിൽ, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കുക. ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, പെട്ടെന്ന് തലകറങ്ങി വീണു പോവുക, ക്ഷീണം അനുഭവപ്പെടുക, അത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരക്കാർക്ക് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള മറ്റൊരു സിംറ്റമാണ് സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയുന്നത്, സെൽഫ് ഹാമിങ് തോട്ട്സ്. അതായത് നമുക്ക് സ്വയം അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ മരിച്ചാലോ, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ ചിന്തകൾ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്നൊക്കെ പറയുമ്പോൾ മേ ബി ചെറിയ ചെറിയ സെൽഫ് ഹാമായിട്ടായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന സമയത്ത് ഇവർ മേ ബി ഇവരെ തന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും. മേ ബി എന്തെങ്കിലും നുള്ളിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് ഇടിച്ച് കൈയൊക്കെ വേദനയാക്കിയിട്ട്, അല്ലെങ്കിൽ തല അങ്ങനെ ഇടിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ബ്ലേഡ്, കത്തി പോലെ എടുത്തിട്ട് അങ്ങനെ വേറെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാർക്കുകൾ ഇങ്ങനെ വരഞ്ഞിട്ട് ആ ചോര വരുമ്പോൾ ആ ഒരു വേദനയിൽ ഇവർ മേ ബി ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൂയിസൈഡൽ തോട്ട്സിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന തോട്ട്സിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്.
അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് കുറച്ചുണ്ട്. സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം, എന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസുകൾ, ഭയങ്കര അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസുകൾ, സ്ട്രെസ്സുകൾ, അക്കാഡമിക്കലി അല്ലെങ്കിൽ വർക്കിലുണ്ടാകുന്ന സ്ട്രെസ്സുകളൊക്കെ ഇതിന് റീസൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ മാത്രമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികളിൽ പ്രകടമാവുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഇതിൽ പ്രധാനമാണ് അക്കാഡമിക്കലി ഉണ്ടാവുന്ന ഡിക്ലൈൻ എന്ന് പറയുന്നത്. അതായത് പഠനത്തിൽ കുട്ടി പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ കുട്ടി പെട്ടെന്ന് പിന്നോക്കമാവുകയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു, ഒരുപാട് നേരം പഠിക്കേണ്ടി വരുന്നു, ആദ്യം പറ്റുന്ന അത്ര പോലെയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചത് എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല എന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് അക്കാഡമിക്കലി വളരെയധികം ബാക്കൗട്ട് ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടിയുടെ ഇമോഷൻസ് കുട്ടികൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുക, എന്തിനും ചെറിയൊരു കാര്യത്തിന് പോലും കുട്ടി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും ദേഷ്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പേടി കുട്ടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെയോ കുട്ടി ഭയങ്കരമായിട്ട് പേടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ഡിലേയ്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടി ഡെവലപ്പ് ആവേണ്ട ഒരു കറക്റ്റ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഒരു വളർച്ചാ ഘട്ടങ്ങളും കാര്യങ്ങളുണ്ട്. ഈ ഒരു വയസ്സാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പിന്നോക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിനുള്ളിൽ അത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഒരു ഡെവലപ്മെൻറ്റിൽ ഡിലേ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ കൂടെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾ കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്, അപ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസാണ്. ഇതിൽ കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ പലരിലും പല രീതിക്കായിരിക്കും ഇത് ആളുകൾ ഫീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏർലി ആയിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയാണ്, അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും പെട്ടെന്ന് തന്നെ ഒരു നല്ല ലൈഫിലേക്ക്, അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് നമുക്ക് എത്താനും പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.